ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. വേദപുസ്തകത്തിൽ നാം കാണുന്ന ഒരാശയം രോഗസൗഖ്യം എപ്പോഴും പാപമോചനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഹീലിംഗ് ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. ഇവിടെ നാം അതുതന്നെയാണ് വായിക്കുന്നത്. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. പക്ഷവാതക്കാരനോട് ക്രിസ്തു പറയുന്നത്, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്നാണ്. ഒരു സമൂഹത്തിൻ്റെ സൗഖ്യം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് കൂടി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. തമ്മിൽ സമാധാനം ആചരിക്കുന്നതിലൂടെ, തമ്മിൽ അനുരഞ്ജനപ്പെടുന്നതിലൂടെ മുറിവുകൾ ഉണങ്ങി സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ കഴിയും. അതാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അനുരഞ്ജനപ്പെടുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു സമൂഹത്തിന് സൗഖ്യാനുഭവങ്ങളിലേക്ക് എത്താൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അവസാനിപ്പിക്കുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യവും കൂടി പറഞ്ഞാണ്. അത് 17-18 വാക്യങ്ങളിലാണ്. 5-ാം അധ്യായം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറക്കാനും അടയ്ക്കാനും പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടെന്ന് കാണിച്ചു തന്ന ഒരാൾ. നമ്മുടെ പ്രാർത്ഥനകളും ബലമുള്ളതാണ്. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറക്കാൻ ബലമുള്ള പ്രാർത്ഥനകൾ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്നാണ് രേഖപ്പെടുത്തുന്നത്. രോഗികളെ പരിഗണിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ സമൂഹം, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരു വിശ്വാസ സമൂഹം, തമ്മിൽ സമാധാനം ആചരിക്കുന്ന ഒരു വിശ്വാസ സമൂഹം, അനുരഞ്ജനപ്പെടുന്ന ഒരു വിശ്വാസ സമൂഹം. ആ സമൂഹം സൗഖ്യദായക സമൂഹമായി രൂപാന്തരപ്പെടും. നിശ്ചയമായും അത്തരമൊരു സമൂഹത്തിൽ വളരാനും നന്മകൾ അനുഭവിപ്പാനും സൗഖ്യമുള്ളവരായിത്തീരാനും നമുക്കും ഇടയാവട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957.